എല്ലാവർക്കും ചേർന്നിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നത്തെ ചിന്തകൾ, ധ്യാനങ്ങളെല്ലാം ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ബലമുള്ളതായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ തിരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഹല്ലേലൂയ. നമ്മളതിൻ്റെ സന്ധ്യയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, എത്ര പേര് ചിന്തിച്ചു എന്ന് അറിയില്ല. ഒന്നും കൂടി ഞാനത് ആ പ്രാർത്ഥന ചൊല്ലാം, നിങ്ങൾ ഒന്ന് ധ്യാനിക്കണമേ എന്ന് ഉറപ്പിക്കുക. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താബോർ പർവ്വതത്തിലേക്ക് കയറി അവരുടെ മുമ്പിൽ മറുരൂപപ്പെടുകയും സൂര്യനെ പോലെ പ്രകാശിക്കുകയും മോശയും ഏലിയാവും തന്നോട് സംസാരിക്കുന്നതായി കാണപ്പെടുകയും ചെയ്തുവല്ലോ. കർത്താവേ, നിൻ്റെ നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കണമേ. ബാറക്കുമോ. കർത്താവേ, നീ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോയതുപോലെ നിൻ്റെ അടുക്കലേക്ക് ഞങ്ങളെയും ആകർഷിക്കണമേ. മോശയും ഏലിയാവും എന്ന പോലെ ഞങ്ങളെല്ലായ്പ്പോഴും നിന്നോട് സംഭാഷണം ചെയ്യുമാറാകണമേ. ലൗകിക കാര്യങ്ങളിലും അതിൻ്റെ മോദങ്ങളിൽ നിന്നും ഞങ്ങൾ ബന്ധിക്കപ്പെടാതെ ഉയരത്തിലേക്ക്, നിൻ്റെ അടുക്കിലേക്ക് തന്നെ ഞങ്ങളുടെ ബോധങ്ങളെ ഉയർത്തണമേ. കർത്താവെ, ഞങ്ങൾ കല്യാണ വിരുന്നിൽ മാലിന്യവസ്ത്രം ധരിച്ചവരായി കാണപ്പെടാതെ പ്രകാശവും വെണ്മയുമുള്ള കല്യാണ വസ്ത്രങ്ങൾ ധരിക്കുമാറാകണമേ. ഞാൻ പ്രീതിപ്പെട്ടിട്ടുള്ള എൻ്റെ വാത്സല്യപുത്രൻ ഇവനാകുന്നുവെന്ന പിതാവിൻ്റെ ശബ്ദം നിന്നെക്കുറിച്ചുണ്ടായതുപോലെ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കരുണയുടെ ശബ്ദവും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കൊരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തെ അവകാശപ്പെടുത്തുമെന്നുള്ള സന്തോഷ ശബ്ദവും നിന്നിൽ ഞങ്ങൾ കേൾക്കുമാറാകണം. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ ഓർമ്മ ദിവസത്തിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയതുപോലെ നിൻ്റെ അടുക്കലേക്ക് ഞങ്ങളെയും ആകർഷിക്കണമേ എന്നൊരു പ്രാർത്ഥന. മോശയും ഏലിയാവും എന്ന പോലെ ഞങ്ങളെല്ലായ്പ്പോഴും നിന്നോട് സംഭാഷണം ചെയ്യുമാറാകണം. ആഗ്രഹത്തോടെ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരാണോ നമ്മളെന്ന് പരിശോധിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കണ്ടെത്താറുണ്ടോ എന്നും പരിശോധിക്കുക. ലൗകിക കാര്യങ്ങളിലും അതിൻ്റെ മോദങ്ങളിൽ ഞാൻ ബന്ധിക്കപ്പെടാതെ ഉയരത്തിലേക്ക്, നിൻ്റെ അടുക്കലേക്ക് തന്നെ ഞങ്ങളുടെ ബോധങ്ങളെ ഉണർത്തണമേ. വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളൊക്കെ മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ കല്യാണ വിരുന്നിൽ മാലിന്യ വസ്ത്രം ധരിച്ചവരായി കാണപ്പെടാതെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണമുണ്ട്. കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പക്ഷേ ക്ഷണിക്കപ്പെട്ടവരിൽ വിശുദ്ധ വസ്ത്രം ധരിക്കാത്തതുകൊണ്ട് അവനെ കയ്യും കാലും കെട്ടി ഇരുട്ടുള്ള അന്ധകാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയ സ്നേഹിത, കല്യാണ വസ്ത്രം ധരിക്കാതെ നീ എങ്ങനെ ഇതിനകത്ത് പ്രവേശിച്ചു? ഹല്ലേലൂയ. ആ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവോ? പ്രിയ സ്നേഹിത, കല്യാണ വസ്ത്രം ധരിക്കാതെ നീ എങ്ങനെ ഇതിനകത്ത് പ്രവേശിച്ചു? അവനോ മൗനമായിരുന്നു. 12-ാമത്തെ വാക്യം, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 12-ാമത്തെ വാക്യം.
രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവനോ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. വിളിക്കപ്പെട്ടവർ അനേകർ, വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്കപ്പെട്ടുവെങ്കിലും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. അനേകരെ വിളിച്ചു, എല്ലാവരും ഓടിക്കൂടി. പക്ഷേ വിരുന്നിന് വേണ്ടതായിട്ടുള്ള ആ ഒരുക്കം ആവശ്യമായിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കല്യാണ വസ്ത്രത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കല്യാണ വിരുന്നിൽ മാലിന്യ വസ്ത്രം ധരിച്ചവരായി കാണപ്പെടാതെ, ഇന്നിപ്പോൾ കല്യാണമൊക്കെ നടക്കുമ്പോൾ ആ കല്യാണത്തിന് വേണ്ടി മാത്രം വസ്ത്രം വാങ്ങുന്ന ആളുകളുണ്ട്. പാർട്ടി വെയർ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവർ. ജന്മദിനം, ബർത്ത്, ഇപ്പം ഒന്നും വേണ്ട, ആൾ മരിച്ചാൽ പോലും ബന്ധപ്പെട്ടവർ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി സ്പെഷ്യൽ പ്രത്യേക വസ്ത്രം, യൂണിഫോം പോലെ എല്ലാവരും ധരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ വെണ്മയുള്ള കല്യാണ വസ്ത്രങ്ങൾ ധരിക്കുവാൻ അറിഞ്ഞുകൂടാ എന്നുള്ളത് വലിയ പോരായ്മയായിട്ട് കാണണം. പ്രകാശവും വെണ്മയുള്ള കല്യാണ വസ്ത്രങ്ങൾ ധരിക്കുമാറാകണമേ. ഞാൻ പ്രീതിപ്പെട്ടുള്ള എൻ്റെ വത്സല്യപുത്രൻ ഇവനാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക എന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് പിതാവാം ദൈവം പറഞ്ഞതുപോലെ ആ പിതാവിൽ നിന്ന് ആ ശബ്ദം പത്രോസും യാക്കോബും യോഹന്നാനും കേട്ടതുപോലെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കരുണയുടെ ശബ്ദവും പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നുള്ള കരുണയുടെ ശബ്ദവും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തെ അവകാശപ്പെടുത്തുവനെന്നുള്ള സന്തോഷ ശബ്ദവും നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കൊരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തെ അവകാശപ്പെടുത്തുവിൻ എന്നുള്ള സന്തോഷ ശബ്ദം തന്നിൽ ഞങ്ങൾ കേൾക്കുമാറാകണമേ. സന്തോഷ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ പറയുന്നു, അവിടെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നു, അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും, വിലാപവും പല്ലുകടിയുമായിരിക്കും. കാരണം എന്താണ്? അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക എന്ന ശബ്ദം കേട്ടു. അവനെ കൈയും കാലും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക എന്ന ശബ്ദം കേട്ടു. അപ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സങ്കടവും വന്നു, ദേഷ്യവും വന്നു. സങ്കടവും ദേഷ്യവും കൂടി ഒരുമിച്ച് വരുന്ന സമയത്താണ് പല്ല് ഞെരിക്കുന്നത്, അല്ലേ, പല്ല് കടിക്കുന്നത്. അപ്പം എന്താണ് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരാനുള്ള കാരണമെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം വീണ്ടും 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അനീതി പ്രവർത്തിക്കുന്നവരെയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന ശബ്ദം നിങ്ങൾ കേൾക്കും. അനീതി പ്രവർത്തിക്കുന്നവരെയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, അങ്ങനെ ഒരു ശബ്ദം നമ്മൾ കേൾക്കും. അപ്പം ആ ശബ്ദം കേൾക്കുമ്പോഴും ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവർത്തിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിച്ചു എന്നെല്ലാം മറുപടിയായി അങ്ങോട്ട് പറയും. അപ്പോൾ യേശു പറയും, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല.
ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നൊരു സ്വരം അവിടെ കേൾക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകുന്നത്. സുവിശേഷത്തെ വേണ്ടവണ്ണം ധ്യാനിക്കാതെ, ദൈവവചനത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ടും കണ്ടും കാട്ടിക്കൂട്ടിയൊക്കെ നമ്മൾ പോകുമ്പോൾ, വേണ്ടവണ്ണമുള്ള അറിവ് ലഭിക്കാതെ പോകുമ്പോൾ, നാം തള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ നിരാശയിൽ നിന്നുണ്ടാകുന്ന വേദന, ആ വേദനയിൽ നിന്ന് രൂപപ്പെടുന്ന എന്താ പറയുക, ദേഷ്യമോ പല്ലുകടിയോ എന്തൊക്കെയാണെങ്കിലും അത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ സത്യമായും വേദപുസ്തക പരിജ്ഞാനമുള്ളവരായിരിക്കും. വേദപുസ്തകം വായിച്ചു, വേദപുസ്തകത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ സമ്മാനം വാങ്ങി, ഇതൊന്നുമല്ല വേദപുസ്തകത്തിൻ്റെ ആ വചനാനുഭവം എന്ന് പറയുന്നത്. അത് ആ വചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് വചനാനുഭവം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം വചനത്തിൻ്റെ ഒരു പരിജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ ഒരു അറിവുണ്ടെന്നൊക്കെ ഉള്ള ധാരണ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ വെച്ച് പുലർത്തും. ആ ഒരു ധാരണ നമ്മുടെ മുമ്പിൽ വെച്ച് പുലർത്തുന്നത് നല്ലതാണ്. പക്ഷെ അത് ദൈവവും അതിൽ നിന്ന് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പ്രധാനമായും സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയമെന്ന് പറയുന്നത് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവം വചനമായിരുന്നു. ഈ വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. മതി. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതും, ഈ വചനമാണ് നമ്മളെ യേശുക്രിസ്തുവിനോടുകൂടെ നിത്യതയിൽ പ്രവേശിപ്പിക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആദിയിൽ വചനം, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി. മതി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. എങ്ങനെയായിരുന്നു സൃഷ്ടി? സൃഷ്ടി എങ്ങനെയായിരുന്നു? 3-ാം അധ്യായം വായിച്ചാൽ 3-ാമത്തെ വാക്യം വായിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് വചനം. വെളിച്ചമുണ്ടാകട്ടെ എന്ന്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഭൂമിയിൽ ഒന്നും ഒരു ഉപകാരപ്പെടുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉപകാരപ്പെടുന്നത് ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ഇതാണ് വചനത്തിന്റെ ശക്തി. അപ്പോൾ നമ്മളിൽ നന്മയുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചാൽ എന്തുണ്ടാകണം? നമ്മളിൽ നന്മയുണ്ടാകണം. അപ്പൊ നമ്മളിൽ നന്മയുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കണമെങ്കിൽ ആദിയിൽ കൽപ്പിച്ചതുപോലെ ദൈവം ശബ്ദം മുഴക്കുകയാണോ? അല്ല. വേദപുസ്തകം നമ്മളോട് പറയാണ്, ഈ വചനം ആദിയിലേ ഉണ്ടായിരുന്നു, ഈ വചനം ഇന്ന് നിങ്ങൾ സ്വീകരിക്കണം, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് പറയാണ്. അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ട്. അപ്പോൾ സൃഷ്ടി എല്ലാം വാക്കുകളിലാണ് അല്ലെങ്കിൽ ശബ്ദത്തിലാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ
എന്ന് പറയുന്നതും ശബ്ദമാണ്, അല്ലേ അല്ലേ? അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരിക എന്ന് പറയുന്നതും ശബ്ദമാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ വചനത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് തെസ്സലോനിക്കക്കാരുടെ ലേഖനം 1 തെസ്സലോനിക്കർ 2:13 എടുത്ത് വായിച്ചു നോക്കുകയും തെസ്സലോനിക്കർ 2:13 ഹല്ലേലൂയ ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാരുടെ ലേഖനം 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. അപ്പൊ തെസ്സലോനിക്കക്കാര് ദൈവവചനം കേട്ടത് എങ്ങനെയാ? മനുഷ്യന്റെ വചനമായിട്ട് അല്ല. നമ്മൾ ഇന്ന് വചനം കേൾക്കുന്നത് എങ്ങനെയാ? ഇന്ന അടുത്ത് ഇന്ന ആൾ വന്ന് പ്രസംഗിച്ചു, ഹായ് നല്ല പ്രസംഗമായിരുന്നു, ആളെ ഇനിയും വിളിക്കണം. മനുഷ്യന്റെ വാക്കുകളായിട്ടാണ് നമ്മൾ ദൈവവചനത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പ്രസംഗിക്കാൻ നടക്കുന്നവർക്ക് പ്രസംഗത്തിന് ആൾക്കൂട്ടം ഉണ്ടാകാനും പ്രസംഗം ആളുകളിൽ സന്തോഷം നൽകുവാനും വചനത്തിന് പുറത്ത് പല കാര്യങ്ങളും അവർക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. തമാശകൾ പറയണം, ചിരിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. വചനത്തിൻ്റെ കട്ടി പറഞ്ഞാൽ, വചനത്തിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞാൽ ആർക്കും ചിരിയൊന്നും വരാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ. എന്താ സാക്ഷാൽ? ദൈവമായിരിക്കുന്നത് പോലെ മനുഷ്യനുമാകുന്നതിന് വേണ്ടി ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ കണ്ടോ, ആദിയിൽ ഉണ്ടായ ആ വചനം എങ്ങനെയായിരുന്നു, അത് അതിന്റെ ശക്തിയിലും അതിന്റെ മഹത്വത്തിലും അതിന്റെ വ്യക്തതയിലും നിങ്ങൾ ഇപ്പോൾ വചനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ തെസ്സലോനിക്കരോട് പറയുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ വചനം സ്വീകരിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നോ വചനം, അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ, അതിന്റെ പൂർണ്ണ ശക്തിയിൽ, അതിന്റെ പൂർണ്ണ മഹത്വത്തിൽ നിങ്ങൾ അതിനെ സ്വീകരിച്ചിരിക്കുന്നാൽ ഞങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അപ്പോൾ സുവിശേഷകന്റെ സന്തോഷം എന്ന് പറയുന്ന, പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന മനുഷ്യർ ആ വചനം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ശക്തിയിലും അവന്റെ പ്രാബല്യത്തിലും അതിനെ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്കാണ് ഈ പ്രാർത്ഥന ചേരുള്ളൂ. അങ്ങനെ ഉൾക്കൊണ്ടവരാണ് ഇത് പ്രാർത്ഥിച്ച. കർത്താവേ, നീ താബോർ മലയിൽ രൂപാന്തരം പ്രാപിച്ചപ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയതുപോലെ സദാകാലവും എന്നാളും ഞങ്ങളെയും നിന്റെ വാക്കുകളെ, നിന്റെ പരിപൂർണതയെ, നിന്റെ വിശുദ്ധിയെ കാണുവാനും കേൾക്കുവാനും ഞങ്ങളെ എന്നാളും നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഇതൊരു നിസാരമായ ഒരു പ്രവൃത്തിയല്ല. പരിശുദ്ധ സഭ നാളെ എന്തോർക്കുന്നു? കൂടാരപ്പൻ എന്ന് പറഞ്ഞ കർത്താവ് മറുരൂപപ്പെട്ട, കർത്താവിന്റെ മുഴുവൻ ദൈവത്വവും വെളിപ്പെടുത്തിയ ആ ഒരു ഓർമ്മയെ അനുസ്മരിക്കുന്നു. സഭ അനുസ്മരിക്കുന്നത് അതൊരു ചടങ്ങല്ല. അത് നാം ഓരോരുത്തരും ആ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പോലെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ ഓർപ്പിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയാണ്, എങ്ങനെയാണ് വചനം നിങ്ങളുടെ അടുത്തേക്ക് വന്നത്? വചനം എങ്ങനെയായിരുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ വായിച്ചു കേട്ടു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം
ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം എങ്ങനെയായിരുന്നു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വായിച്ച് 17-5. ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം, ആ മഹത്വം ഇപ്പോൾ മനുഷ്യനായിരിക്കല്ലേ. അന്ന് വചനമായിരുന്നു, ഇന്ന് മനുഷ്യനാണ്. അതുകൊണ്ട് ഒട്ടും കുറയാതെ ആ മഹത്വം ഇപ്പോൾ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിന് കൊടുത്ത ആ മഹത്വം, ആദിയിൽ വചനമുണ്ടായിരുന്നപ്പോൾ വചനം ആരാണ്? വചനം യേശുവാണ്. വചനം യേശുവാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും വചനമാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 1:23, പത്രോസ് ലീഗായുടെ 1-ാമത്തെ ലേഖനം 1:23 നമ്മൾ പലപ്പോഴും വായിച്ചു കേട്ടിട്ടുള്ള ഒരു തിരുവചനമാണ്. എന്താണ്? ഒന്ന് വായിച്ചു നോക്കാമോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്നതിലല്ല, കെടാത്തതായ സജീവവും സനാതനവുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ വേദപുസ്തക വചനങ്ങൾ നമ്മളെല്ലാം എന്നും എന്താക്കി മാറ്റണം? വീണ്ടും ജനിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജനിക്കുന്ന അനുഭവം വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കാര്യം ഒരുമിച്ച് നടക്കൂല. എന്താണ് 2 കാര്യം ഒരുമിച്ച് നടക്കില്ല എന്ന് പറഞ്ഞാൽ? എഴുത്തും കേൾവിയും ഒരുമിച്ച് നടക്കില്ല. അടുത്തിരിക്കുന്ന ആളെ ശല്യപ്പെടുത്തും, അയാളോട് ചോദിക്കുമ്പോൾ പറഞ്ഞ വചനം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ആ ആളെയും ശ്രദ്ധ പോകും, ഒരു പണി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസത്തെയും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് കേൾവിയാണ് പ്രധാനമെന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമാണ് ശക്തി. വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കേൾവിയാലും നിറയും. ഒരുക്കമുള്ള ഹൃദയമാണെങ്കിൽ കേൾവിയാൽ നിറയും. എഴുതി മാത്രമല്ല നിറയുന്നത്, കേൾവിയാലും നിറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പത്രോസിന്റെ 2-ാമത്തെ ലേഖനം, 1-ാമത്തെ ലേഖനമാണ് നമ്മൾ വായിച്ചത്. 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണാൻ പറ്റും. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. തിരുവെഴുത്തിലെ എന്താ പറയുന്നത്, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും, POC ബൈബിൾ ഇങ്ങനെ പറയുന്നത്, സ്വന്തമായ വ്യാഖ്യാനത്തിന് ഉളതല്ല. അത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായ ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അതുകൊണ്ട് എഴുതിയത് കൊണ്ട് കുത്തിക്കൊണ്ടൊന്നും നമ്മൾ പൂർണ്ണരാകുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എഴുതിയൊക്കെ എടുക്കാൻ പറഞ്ഞു, നമ്മൾ എഴുതിയെടുത്തു, അതുകൊണ്ടൊന്നും പൂർണ്ണമായ ഒരു പ്രയോജനം കിട്ടുന്നില്ല. പഠിക്കാൻ കൊള്ളാമായിരിക്കും,
പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ മനുഷ്യർ സംസാരിച്ചവയാണ്. അപ്പോൾ വചനം കേൾക്കണമെങ്കിലും, വചനം പറയണമെങ്കിലും, വചനം എഴുതണമെങ്കിലും, വചനം പഠിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൽ പ്രചോദിതരാകണം. പരിശുദ്ധാത്മാവിൽ പ്രചോദിതരാകണമെങ്കിൽ ലോകമോഹങ്ങളെ ഉപേക്ഷിക്കണം, ലോകത്തിന്റെ ഇഷ്ടങ്ങളെ വിട്ടുകളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറയുന്നു. റോമാലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഈ വചനം ഒരിക്കലും പാഴായി പോകില്ല എന്ന് പറയുന്നു. ഈ വചനം ഒരിക്കലും പാഴായി വൃഥാവുകയില്ല. ഈ വചനം ഒരിക്കലും പാഴായി പോവുകയില്ല. പിന്നെന്താ പറയുന്നത്? നിയമാവർത്തനം 30-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കി. ഈ വചനം റോമാലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം പറഞ്ഞു, ഈ വചനം വൃഥാവുകയില്ല, ഈ വചനം പാഴായി പോകില്ല, ഈ വചനം സ്വീകരിക്കുന്നവർ അനുഗ്രഹീതരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വായിക്കുന്നവർ, ഈ വചനം പറയുന്നവർ, ഈ വചനം കേൾക്കുന്നവർ അനുഗ്രഹീതരാകും. കാരണം നിയമാവർത്തനം 30-ന്റെ 11 മുതൽ 14 വരെ വാക്യങ്ങൾ വായിച്ചാൽ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിയമാവർത്തനം 30-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങൾ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചു നോക്കിയേ. നിയമാവർത്തനം 30-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങൾ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല. പിഗോസി ബൈബിൾ എങ്ങനെയാണ് പറയുന്നത്? ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. കൽപ്പന എന്ന് പറഞ്ഞാൽ വചനം, ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെള്ളവും കരയും തമ്മിൽ വേർതിരിയട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. 10 കൽപ്പനകൾ മോശയുടെ ദൈവം ഇസ്രായേലിന് കൊടുത്തു. അപ്പൊ കൽപ്പിച്ചു, അല്ലെങ്കിൽ കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്കതീതമോ അപ്രാപ്യമോ വിധം വിദൂരസ്ഥമോ അല്ല. വിദൂരസ്ഥമല്ല. പിന്നെ എന്താണ്? നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും. കേട്ടോ, ഈ കൽപ്പനകളെല്ലാം വ്യാഖ്യാനിച്ച്, ഈ വാക്കുകളെല്ലാം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി നമുക്ക് തരാൻ ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും. വ്യാഖ്യാനം ആര് കൊണ്ടുവന്ന് തരുമെന്ന് പറയാൻ അത് സ്വർഗത്തിലല്ല. നിങ്ങളുടെ ബൈബിളിലൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കണേ. ഒന്നുകൂടി വായിച്ച സഹോദരം. ഞങ്ങൾ കേട്ട് വായിച്ച 12-ാമത്തെ വാക്യം വായിക്കേ. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിനക്കരെയുമല്ല, കടലിനക്കരെയുമല്ല, സ്വർഗത്തിലുമല്ല. ഈ വചനം കടലിനക്കരെയുമല്ല. ഇത് ആര് ഇത്തരം കഷ്ടപ്പെട്ട് ഇവിടുന്ന് കൊണ്ടുതരും? ആരാണ് ഞങ്ങൾക്കിത് വ്യാഖ്യാനിച്ചു തരാൻ, ഈ വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരാൻ ആരാണുള്ളത്? ആരാണ് ഇത്രയും വലിയ രഹസ്യമായ ഒരു കാര്യം സ്വർഗത്തിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത്? കടലിനക്കരെ പോയി, സമുദ്രത്തിനക്കരെ പോയി കൊണ്ടുവരുന്ന ആരാണെന്ന് നിങ്ങൾ പറയാൻ ആ സ്വർഗത്തിലെല്ലാം, അത് കടലിനക്കരയല്ല. പിന്നെ 14-ാമത്തെ വാക്യം. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു.
ഈ വചനം ആരെ എവിടെ പോയി എനിക്ക് എടുത്തുകൊണ്ട് തന്ന് എന്നെ മനസ്സിലാക്കി തരും, എന്നെ പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിലല്ല, അത് കടലിനക്കരയല്ല, മറിച്ച് നിന്റെ സമീപമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്നും വായിൽ നിന്നും വരേണ്ടത് സുവിശേഷമായിരിക്കണം. വചനത്തിൽ അധിഷ്ഠിതമായ, യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതിനുള്ള തിരുവചനത്തിൽ അധിഷ്ഠിതമായ സംസാരങ്ങളും പ്രവൃത്തികളുമായിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ടല്ലേ യേശു അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നതിൽ തെറ്റുപറ്റിയെന്ന് ശാസ്ത്രിമാരോടും പരീശന്മാരോടും യേശു പറഞ്ഞില്ലേ? തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. അവരിത് മാനുഷികമായിട്ടൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചു, മാനുഷികമായിട്ടൊക്കെ പഠിപ്പിച്ചു, മാനുഷികമായിട്ടെല്ലാം ചുവന്നുകൊണ്ട് കടന്നു. ദൈവികമായതിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിനക്ക് സമീപസ്ഥമാണ്. ഇനി അതേ വചനം തന്നെ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെ വാക്യങ്ങൾ അതേ തന്നെ പൗലോസ്ലീഹ എടുത്ത് പറയുന്നുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം, പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തെ കേൾക്കാം. റോമാലേഖനം 10-ാം അധ്യായം 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു, ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നും നീ ഹൃദയത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ, ഈ വചനത്തെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആരാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതെന്ന് നീ പറയണ്ട. കാരണം വചനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. എന്ന് വന്നു? ആദിയിലേ വന്നു. പിന്നെ യേശുക്രിസ്തു വചനം കൊണ്ടുവരാൻ വന്നതാണോ ഭൂമിയിലേക്ക്? സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വചനം കൊണ്ടുവരാൻ വന്നതാണോ? ആണോ? പിന്നെ എന്തിനാണ് യേശു വന്നത്? ആ വചനം മനുഷ്യൻ ജീവിക്കാൻ പരാജയപ്പെട്ടപ്പോൾ ആ വചനം എങ്ങനെയാണ് പിതാവിന്റെ മഹത്വത്തിന് അനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ അവൻ ഭൂമിയിലേക്ക് വന്നു. അതാണ് മനുഷ്യനായത്. വചനം ജഡമായി എന്ന് പറഞ്ഞാൽ, അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അടുത്ത തലമുറയ്ക്ക് ഇവിടെ വചനം ജീവിച്ച മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറയാൻ മാതൃക വേണ്ടേ, ആള് വേണ്ടേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് വചനം നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറയുന്നേ? വചനം കേൾക്കുന്നവർക്ക് വചനം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് വചനം മയപ്പെടുത്തി പറയുക എന്നൊക്കെ പറയുമ്പോൾ ഈ വചനത്തെ എങ്ങനെ വചനത്തിൽ മായം ചേർക്കാൻ പറ്റുമോ? വചനത്തെ അങ്ങനെ കോട്ടി മാറ്റി കളയാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്? ഇനി ആരാണ് ഇത് മനസ്സിലാക്കി തരുന്നത്? അതുകൊണ്ടല്ലേ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ കേട്ട് പഠിച്ചത് ആരംഭിച്ചൊരു വചനമാണത്. എന്താണ് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം? ദേ ബൈബിൾ എടുക്കണം. ഇതൊക്കെ കാണാതെ എത്രയും നാൾ പഠിച്ചതാണ്. അവനായിരിക്കുന്നു എന്ന് പറയുന്നവൻ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടതാണ്. ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് പ്രസംഗിക്കാൻ നടക്കുന്ന പറയണേ? ഇനി അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടതാകുന്നു. വചനം പഠിച്ചു നടക്കണമെന്നാണോ പറഞ്ഞേ? ആണോ? അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെസ്സലോനിക്കയിലായിരുന്നു നമ്മൾ അങ്ങനെയാ വായിച്ച. ആ വചനം എങ്ങനെയായിരിക്കുന്നു അതുപോലെ അത് മുഴുവനായും നിങ്ങൾ സ്വീകരിച്ചതിൽ
സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആ വചനം എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചോ, ആ വചനം രൂപമായി, ആ വചനം മനുഷ്യനായി. ആ മനുഷ്യൻ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചു കാണിച്ചു കൊടുത്തു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചതുപോലെ തെസ്സലോനിക്കയിലെ ജനങ്ങൾ ജീവിക്കണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആ വചനം അതേപടി തന്നെ ഉൾക്കൊണ്ടതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ വചനം കേട്ടിട്ട് പറയാണ് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറയാണ്. പറഞ്ഞയാളുടെ കുഴപ്പമാണോ കേൾക്കുന്നയാളുടെ കുഴപ്പമാണോ എന്ന് ആകെ ചിന്താ കുഴപ്പത്തിലാവൂലേ? അപ്പൊ ഞാനാണ് പറയുന്നത്, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ കുഴപ്പത്തിലായില്ലേ? എൻ്റെ കുഴപ്പമാണോ? മനസ്സിലായില്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, വചനത്തോട് അടുക്കുന്നത് കുറച്ചും കൂടി ഗൗരവത്തിൽ അടുക്കണം. ഗൗരവം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നല്ല അതിൻ്റെ അർത്ഥം, പ്രാധാന്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം 10-ാം അധ്യായം റോമർ 10:5 മുതലാണ്. ആര് കയറും സ്വർഗത്തിലേക്ക്, ആര് കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. ആ നിയമാവർത്തന പുസ്തകത്തിലെ വചനം ഇപ്പുറത്തേക്ക് പൗലോസ്ലീഹ അത് കോട്ട് ചെയ്ത് പ്രസംഗിക്കുകയാണ്. വിശ്വാസമായ നീതിയാകട്ടെ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങുമെന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ഹല്ലേലൂയ. അപ്പോൾ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടാകേണ്ടത് പ്രസംഗിക്കുന്ന വചനം. അപ്പൊ ഈ വചനം എന്തിന്റെ അടിസ്ഥാനമാണ്? വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകണം. എന്ത് വിശ്വാസം ഉണ്ടാകണം? ക്രിസ്തു യേശു വചനം മാംസമായി ഈ ഭൂമിയിൽ വന്നതാണെന്നും ഈ വചനം അതേപടി അനുസരിച്ച് അത് വള്ളിപുള്ളി തെറ്റാതെ ജീവിച്ചു കാണിച്ചു. 33.5 വർഷം, അതിൽ 3.5 വർഷക്കാലം പരസ്യമായി, 30 വർഷക്കാലം രഹസ്യമായി. എന്ന് പറഞ്ഞാൽ യോസേപ്പിന്റെയും മറിയമിന്റെയും പുത്രനായി ഒരു കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷത്തിൽ 3.5 വർഷക്കാലം കുടുംബം വിട്ടു, അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു. ആരാണ് എൻ്റെ പിതാവ്, ആരാണ് എൻ്റെ മാതാവ്? ഈ വചനം കേട്ട് അനുസരിക്കുന്നവരെല്ലാം എൻ്റെ കുടുംബക്കാരാണ്, എൻ്റെ മാതാപിതാക്കളാണ്. ഈ ലോകം അവസാനിച്ചു, ലോകത്തിന്റെ അന്ത്യം കുറിച്ചു, യുഗാന്ത്യം പ്രഖ്യാപിച്ചു, വരാനിരിക്കുന്ന യുഗത്തെ പ്രഖ്യാപിച്ചു. യുഗാന്ത്യ പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ അതിനെ പറയും. യുഗാന്ത്യ കൂട്ടായ്മ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും. മൃതന്മാർ പോലും എന്ന് പറഞ്ഞ് മരിച്ച അവസ്ഥയിലിരിക്കുന്നവർക്ക് ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുമെന്ന്. ആ കാലം അവസാനിച്ചു, കാലം തികഞ്ഞു. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു, കാലം തികഞ്ഞു. അപ്പൊ ലോകം അവസാനിച്ചു. ലോകാവസാനത്തെ കുറിച്ച് ലോക ജീവിതം അവസാനിച്ചു. ലൗകികന്മാരായി ജീവിക്കുന്ന ജീവിതം അവസാനിച്ചു. വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ലൗകികമായിട്ടുള്ള ജീവിതം അവസാനിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, നിയമാവർത്തന പുസ്തകത്തിൽ എടുത്ത് പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ഈ വചനം എന്താണ് പറയേണ്ടത്? വചനം സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസ വചനം പ്രിയമുള്ളവരെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം
9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. ഇത് വിശ്വസിപ്പാൻ യോഗ്യമാണ്, തികച്ചും ഇത് സ്വീകാര്യവുമാണ്. ഈ വചനത്തിന്റെ അളവ് കുറച്ചു തരാനോ ഈ വചനത്തിന്റെ കട്ടിയൊന്ന് കുറച്ചു തരാനോ പറയാനായിട്ട് ആർക്കും അവകാശമില്ല, ആർക്കും അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും കട്ടി കുറയ്ക്കുകയോ അതിൻ്റെ പൂർണ്ണ ഉദ്ദേശത്തിൽ നിന്നുള്ള അളവ് കുറയ്ക്കുകയോ ചെയ്താൽ അവൻ കുറ്റക്കാരനാവും. അതുകൊണ്ട് എൻ്റെ ദൈവമക്കളെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ല, അവിടെ കൂടി ലഘൂകരിച്ചു കൊടുക്കുക, എളുപ്പമാക്കി കൊടുക്കുക എന്നൊന്നും പറഞ്ഞ് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞ് നടക്കരുത്. സംഭവം മനസ്സിലായോ? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കണം. ചെവി അടഞ്ഞു പോയെന്നല്ല എൻ്റെ അർത്ഥം. മനസ്സ് വെക്കുന്നവൻ മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന അനുസരിക്കാൻ കഴിയുമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഇതാ നന്മയും തിന്മയും നിന്റെ മുമ്പിലിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് സഭായോഗങ്ങളെ കുറിച്ച് കണവളാന്നൊന്നും പറഞ്ഞ് നടക്കരുത്, ഇതൊന്നും പറഞ്ഞ് നടക്കരുത്. മനസ്സിലാകുന്നില്ലെങ്കിൽ ഏറെ സങ്കടത്തോടെ നിലവിളിക്കണം. ദൈവമേ, എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ മഹാപാപിയാണ്, എന്നിൽ പാപമുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് മനസ്സിലാകാത്തതെന്ന് നിലവിളിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, വചനം വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിക്കാവുന്ന തികച്ചും സ്വീകാര്യമാണ്. 10-ാമത്തെ വാക്യം പറയുന്നു, ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നത്. എല്ലാ മനുഷ്യരുടെയും വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിക്കുന്നത്. ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തോടാണ് നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പം ആ ദൈവം നമുക്ക് എന്ത് ചെയ്തു തരും? ജീവനുണ്ടല്ലോ, നമ്മളെ ജീവിപ്പിക്കും. അതുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കണം, മനസ്സിലാകുന്നില്ല എന്ന്. അതിന് 11-ാമത്തെ വാക്യം പറയാണ്, ഇപ്പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക. ഈ പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവം പഠിപ്പിക്കുക. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. സാധാരണ അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറയുമല്ലോ, പ്രായമാകാത്തതിൻ്റെയാണ്, കുറച്ച് പക്വതയൊക്കെ വരാത്തതിൻ്റെയാണ്. അങ്ങനെ പറയാൻ ഇടയാകരുത്. കുഞ്ഞായാലും ചെറുപ്പക്കാരനായാലും പ്രായമായവനാണെങ്കിലും നീ വചനത്തെ, മനുഷ്യനെ പേടിച്ച് വചനത്തെ വളച്ചൊടിക്കുകയല്ല, നിന്റെ പ്രായക്കുറവിനെ അവഗണിക്കാത്ത രീതിയിൽ വചനം പ്രബോധനമായി മാറുക എന്ന്, വചനം ശക്തമാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം പ്രസംഗിക്കുന്നവന്റെ യോഗ്യതയിലല്ല, വചനം പ്രസംഗിക്കുന്നവന്റെ പ്രായത്തിലല്ല, മറിച്ച് വചനം ആരാണ് എന്നായിരുന്നു അതിൻ്റെ ആരംഭം എന്നുള്ളതാണ്, അതെന്നുവരെ ഉണ്ട് എന്നുള്ളതാണ്. വചനത്തിൻ്റെ ആരംഭം എന്നായിരുന്നു? ആദിയിലായിരുന്നു. ഇന്നുണ്ട്, ഇന്നും ജീവിക്കുകയാണ് ആ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കുകളിലും പെരുമാറ്റത്തിലും
സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. പെരുമാറ്റത്തിലും വാക്കുകളിലും സ്നേഹത്തിലും വിശ്വാസത്തിൽ നടപ്പിലൊക്കെ വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. 13-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ വരുന്നത് വരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. വായിച്ചു നോക്കി, വായിച്ചേ. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. 13-ാമത്തെ വാക്യം ഞാൻ POC ബൈബിളാണ് ഞാൻ വായിച്ചത്. വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം. മനസ്സിലായോ? ഇതാണ് വചനത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് സൗഖ്യം തരും. ഈ വചനം നമുക്ക് സമാധാനം തരും. ഈ വചനം നമുക്ക് ആരോഗ്യം തരും. ഈ വചനം നമുക്ക് സമ്പത്ത് തരും. ഈ വചനം നമുക്ക് നല്ല കാലങ്ങൾ തരും. ഈ വചനം തന്നെ നമുക്ക് ദുഃഖകാലം തരും. ഈ വചനം കൊണ്ട് നമുക്ക് അസമാധാനം തരും. ഈ വചനത്താൽ എല്ലാം തികഞ്ഞവരായി നമ്മൾ മാറും. മനസ്സിലായോ? അതുകൊണ്ട് വചനം കേട്ട് സുഖകാലങ്ങൾ മാത്രമാണെന്ന് ധരിക്കരുത്. വചനം പ്രബോധിപ്പിക്കുന്നതാണ്, വചനം പഠിപ്പിക്കുന്നതാണ്. വചനത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതിൻ്റെ മയപ്പെടുത്താൻ പാടില്ല. കേൾക്കുന്നവന് മനസ്സിലാകുന്നതിന് ഒരിക്കൽ കൂടെ പറയുകയാണ്, അവൻ കരഞ്ഞ് നിലവിളിക്കണം, ദൈവമേ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് പരിശുദ്ധാത്മ പ്രചോദനം ലഭിക്കുന്നില്ല, ഞാൻ വെറുതെ ഒരു മനുഷ്യക്കോലായിട്ട് അവിടെ ചെന്ന് ഇരിക്കുന്നതേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ദണ്ഡനമാണ്, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്, ജീവിതത്തിൽ എൻ്റെ ഭാരം ഇറക്കി വെക്കണം എന്നൊക്കെ ഞാൻ വചനം കേൾക്കുന്നുണ്ട്, എനിക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല, ഞാൻ വലിയ ദുഃഖത്തിലാണ്, ഞാൻ വലിയ ദുരിതത്തിലാണ്, എനിക്കൊന്നും മനസ്സിലാകണില്ല എന്ന് പറഞ്ഞ് അലമുറയിട്ട് നിലവിളിക്കണം. അല്ലാതെ മനുഷ്യൻ്റെ തലത്തിലേക്ക് വചനം എളിമപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഠനത്തിൽ, അതിൻ്റെ ശക്തിയിൽ എളിമപ്പെടില്ല, അതിൻ്റെ ജീവിതത്തിൽ എളിമപ്പെട്ടു. ജീവിതത്തിൽ എളിമപ്പെട്ടു. നമ്മൾ നിയമാവർത്തനം പുസ്തകം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, സംഖ്യാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഈ വചനത്തോട് മറുതലിച്ചവര്, ഈ വചനത്തോട് വെല്ലുവിളിച്ചവരൊക്കെ തൽക്ഷണം മരണപ്പെട്ടു. തൽക്ഷണം കൊല്ലപ്പെട്ടു. കനാൻ ദേശത്തേക്ക് പ്രായമായവരാരും ചെല്ലില്ല, അവരുടെ മക്കളോ കുഞ്ഞുമക്കളോ കക്ഷി ചെല്ലുള്ളൂ എന്ന് പറഞ്ഞ്. ബാക്കിയുള്ളവരൊക്കെ പോകുന്ന വഴി. നിയമാവർത്തന പുസ്തകം വായിക്കുമ്പോൾ മോശയ്ക്ക് പോലും കനാൻ ദേശത്ത് കയറാൻ പറ്റിയില്ല. നിയമാവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ വ്യക്തമായി മോശ പറയുന്നുണ്ട്, എന്താണ്, നിങ്ങൾ മുഖാന്തരം എനിക്കും വാഗ്ദാന ദേശം കാണാൻ പറ്റിയില്ല, എന്നെ ദൈവം അനുവദിച്ചില്ല. എന്നോട് ദൈവം പറഞ്ഞു, നീ മാരായിൽ വെച്ച് ഇന്നൊരു പ്രശ്നമുണ്ടായതുകൊണ്ട് ജനത്തെ വേണ്ടവണ്ണം ക്രമീകരിക്കാൻ നിനക്ക് കഴിയാഞ്ഞതുകൊണ്ട് നീയും ആ വാഗ്ദാന ദേശത്ത് കടക്കില്ല, എന്നാൽ യോശുവ വാഗ്ദാന ദേശത്ത് കടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മോശ വിഷമമായിട്ട്, മോശ ഒരു വേദനയായിട്ട് ഈ ജനത്തോട് പറയുന്ന അതാണ് ആവർത്തനമല്ലോ. ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ നിയമം വീണ്ടും ആവർത്തിക്കുന്നു. അതിൽ മോശ പറയുകയാണ്, ഞാനും നിങ്ങളുടെ കൂടെ നടന്ന് കുടുങ്ങിപ്പോയി. അതിന് മാത്രം തക്ക ശിക്ഷണ നടപടികളിലൂടെയാണ് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ
മലയിലേക്ക് കയറി വരുന്നത് മൃഗമാണെങ്കിൽ പോലും ദൈവം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒരു മൃഗമാണ് കയറി വരുന്നതെങ്കിൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം നിലനിൽക്കെ തന്നെ ഒരു സാധാരണ ഒരു ദാസിയുടെ ഒരു ശിശു, ഒരു അടിമയുടെ ഒരു ശിശുവിനെ പോലെ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു. അത് ജീവിതം. വചനത്തിന്റെ ശക്തിക്ക് ഒരു കുറവുമില്ലാത്തതുകൊണ്ട് മാലാഖമാർ ഈ വചനമാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് പാടി. മനസ്സിലായോ? വചനത്തിന്റെ കട്ടിക്കല്ല കുറവ്, ജീവിതത്തിന്റെ ഗാംഭീര്യത്തിന്, ജീവിതത്തിന്റെ പ്രൗഢിക്ക് കുറവ് വരുത്തണം. വചനം കട്ടിയായിട്ടുള്ളത് സ്വീകരിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിന്റെ കട്ടിക്ക് കുറവ് വരുള്ളൂ. വചനം ലഘുവായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ ജീവിതം നമ്മുടെ കട്ടിയായി മാറും. കട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അഹംഭാവമായി മാറും. അപ്പൊ വചനത്തിന്റെ ശക്തിക്ക് ഒരു കുറവും വരുത്താതെ ദൈവം തന്റെ ജീവിതത്തിന്റെ ശക്തിക്ക് കുറവ് വരുത്തി. അതാണ് ഫിലിപ്പിയർ 2 പറയുന്നത്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യ സദൃശ്യം പൂണ്ട് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് തന്നെ തന്നെ താഴ്ത്തി കുരിശുമരണം വരെ അനുസരണമുള്ളവനായി അവിടുന്ന് താഴ്ന്നു എന്ന് ഫിലിപ്പിയർ 2 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. 5-ാമത്തെ വാക്യം വായിക്കുന്നു, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി ഒരിക്കലും ആരോടും അഭിപ്രായം പറയുന്നത് ഈ വചനത്തിൻ്റെ കട്ടിയൊന്ന് കുറഞ്ഞ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയരുത്. ഈ വചനത്തിൻ്റെ ശക്തി അത് ജീവിക്കാൻ മതിയായതാണ്. അത് എളുപ്പമായതുകൊണ്ടാണ് അപ്പോസ്തലനൊക്കെ അങ്ങനെ പറഞ്ഞത്. ഇത് അത്ര ഭാരമുള്ളതല്ല. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ നുകം ലഘുവും എൻ്റെ ചുമട് മൃദുവുമാണ്. വഹിക്കാൻ എളുപ്പമുള്ളതാണ്. കാരണം എന്താണ്? അത് എളുപ്പമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ നുകം ഏറ്റുകൊള്ളുകയും ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ നുകം ഏറ്റുകൊള്ളുകയും ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനം അത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സ്വീകരിക്കാൻ കൃപ തരണമേ എന്ന് എന്നും പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. മോശ എവിടെ കയറിയില്ല? മോശ എവിടെ കയറിയില്ല? കനാൻ ദേശത്ത് കാൽ ചവിട്ടിയില്ല. എന്നാൽ മോശ താബോർ മലയിൽ യേശു ക്രിസ്തുവിനോട് സംസാരിച്ചു. മനസ്സിലായോ? കുഞ്ഞു കുഞ്ഞു കുറവുകളൊക്കെ വന്നാൽ ദൈവം ക്ഷമിക്കും. ഭൂമിയിൽ സങ്കടങ്ങളുണ്ടായാലും സ്വർഗത്തിൽ സങ്കടപ്പെടുത്തൂല. മനസ്സിലായോ? മോശ കനാൻ ദേശം ചവിട്ടിയില്ല എന്നത് നിയമാവർത്തന പുസ്തകം വായിക്കുമ്പോൾ മോശയുടെ സങ്കടമാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ മുഖാന്തരമാണ് എനിക്കത് സാധിക്കാതെ പോയത്. പക്ഷേ എന്നാലും നിങ്ങൾ അങ്ങനെ അല്ല, നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ജീവിച്ച് കൽപ്പനകൾ തെറ്റിക്കാതെ ജീവിച്ചു പോകണമെന്ന് മോശ പറയുകയാണ്. പക്ഷെ മോശയ്ക്ക് നഷ്ടമായിരുന്നില്ല, മോശയ്ക്ക് നഷ്ടം വന്നില്ല എന്ന് താബോർ മലയിൽ രൂപാന്തരത്തിൻ്റെ ഒന്ന് ദൈവം കാണിച്ചു. പട്ടിണിയും പരിവട്ടവുമായി നടന്ന ഏലിയ പ്രവാചകൻ ഒരുപാട് വേദനകൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യൻ.
ഒത്തിരി അത്ഭുതങ്ങൾ നടത്തിയവൻ, അവനും ആ മനുഷ്യനും യേശുവിനോടുകൂടെ മലമുകളിൽ സംസാരിച്ചു. 3 ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും മയക്കത്തിൽ നിന്നിട്ട് പറഞ്ഞു, ഇവിടെ 3 കൂടാരമുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്താണ് അങ്ങനെ പറഞ്ഞ്? 3 പേരും മഹത്വത്തിലാണ്. അപ്പോൾ ദൈവം അവിടെ നിന്ന് പറഞ്ഞു, ഇവനെൻ്റെ പ്രിയ, മേഘമൊന്ന് മൂടിയിട്ട് മേഘത്തിൽ ശബ്ദം കേട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. പഴയതും പുതിയതും വരാനിരിക്കുന്നതും വന്നതും എല്ലാം യേശു ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുക. അതല്ല എൻ്റെ അർത്ഥം. ഇവിടെ ആയിരിക്കുന്നല്ല, ഇവിടെ 3 കൂടാരമുണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ ശിഷ്യന്മാർ താഴെ വന്നു, മലയടിയാരത്ത് വന്നു. അപ്പോൾ ആ ശിഷ്യന്മാരോട് ഒരു അപ്പൻ്റെ മകൻ ഭൂതം ബാധിച്ച് വായിൽ നിന്ന് ഒരേം പതിയൊക്കെ ഒഴുകുന്ന ഒരു മകൻ്റെ അപ്പൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ സുഖപ്പെടുത്തണം. അവർക്ക് കഴിഞ്ഞില്ല. യേശുവിനോട് അപ്പൻ നിന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? കണ്ണടച്ചും കൈയടിച്ചും തുള്ളിയും ചാടിയും പാടി ആഹ്ലാദിച്ച് ആരാധിക്കാൻ നല്ലതാ. ഈ മനോഹരമായ സ്ഥലത്തായിരിക്കുന്നത് നല്ലതാണ്. അതല്ല, അവരെ യേശു ക്രിസ്തു ആ മലമുകളിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ കൂടാൻ അവിടെ ഇരുത്താതെ പച്ചയായ ജീവിതങ്ങളിലേക്ക്, പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അവർ പരാജയപ്പെട്ടു. താഴെ അടിവാരത്ത് വന്നപ്പോൾ പിശാച് ബാധിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്താൻ അവർ ക്ലേശിച്ചു. മനസ്സിലായോ? ക്ലേശിച്ചു. പക്ഷെ അവരാണ് പിന്നീട് പറഞ്ഞത്, ഇത് മാനുഷികമായ വചനങ്ങളല്ല. ഈ വചനങ്ങളെല്ലാം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഈ വചനങ്ങളെല്ലാം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാം, ഇന്നും നമുക്ക് കൈകൊണ്ട് തൊടാം. മനസ്സിലായേ? ഇന്നും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേദപുസ്തകത്തിൽ കുർബാനയിലൊക്കെ കാണാം. വിശ്വസിക്കാത്തവർക്ക്, സംശയം തോന്നുന്നവർക്ക്, പ്രത്യേകിച്ച് വിശ്വാസം ജനങ്ങളിലേക്ക് കൂടുതൽ വരാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ. പൗലോസ്ലീഹായ്ക്കൊക്കെ പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് പഞ്ചക്ഷതങ്ങളുണ്ടായിരുന്നു. കത്തോലിക്ക സഭയിലെ വിശുദ്ധ പാദ്രി പിയോ പഞ്ചക്ഷതധാരിയായിരുന്നു. കർത്താവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ചിരുന്ന മനുഷ്യർ ഇന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. താബോർ മലയിൽ യോഹന്നാൻ കണ്ടു, യാക്കോബ് കണ്ടു, പത്രോസ് കണ്ടു. ഇങ്ങനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നു. നിങ്ങളും കേൾക്കണം, നിങ്ങളും കാണണം, നിങ്ങളും അതനുസരിച്ച് ജീവിക്കണമെന്ന് പറയണം. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും
സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുന്നതിനാണ് ഞങ്ങളിത് എഴുതുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഞാൻ ഈ നമസ്കാര പുസ്തകം പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വായിച്ചുവെങ്കിലും വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഒന്നും കൂടി നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചതും അതുകൊണ്ടാണ്. സുവിശേഷം നമ്മളെ അറിയിച്ചവരോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. എങ്ങനെ? ഒട്ടും വെള്ളം ചേർക്കാത്ത കൂട്ടായ്മ ഉണ്ടാകണം. അപ്പോസ്തലന്മാര്, സ്ത്രീകന്മാര്, പിതാക്കന്മാര് എങ്ങനെ സുവിശേഷത്തെ അവർ ജീവിച്ച് അവരത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തുവോ അതേ അർത്ഥത്തിലും അതേ ശക്തിയിലും അതിൻ്റെ പ്രഭുത്വത്തിലും സകല പ്രാഭവത്തിലും നമ്മൾ ഈ പ്രാർത്ഥനകളും ഈ സുവിശേഷ പ്രസംഗങ്ങളും നടത്തേണ്ടിയിരിക്കുന്നു. ഇന്നാർക്ക് മനസ്സിലായില്ലെങ്കിൽ നാളെ അയാൾക്ക് മനസ്സിലായിക്കോളും. ഇന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ നാളെ മനസ്സിലായിക്കോളും. കാരണം എന്താണ്? എല്ലാവർക്കും മനസ്സിലാകണമെന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാകുമല്ലോ, അല്ലേ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ആരെങ്കിലും വിളിക്കാനോ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കുറച്ചും കൂടി കുറയ്ക്കാനോ ഒരിക്കലും പറയാൻ ഇടവരുതേ എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. കാരണം ഇത് ജീവൻ്റെ വചനമാണ്. ഇത് ഇന്നും ജീവനുള്ളതാണ്. മനസ്സിലായോ? ഇന്നും ജീവനുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, യാക്കോബായ സഭയിൽ ജനിച്ച ഒരു സഹോദരി, ആ സഹോദരി ഒരു കല്യാണം കഴിച്ചു യാക്കോബായ സഭയിൽ. അവിടെ അത് ഇട്ടിട്ട് പോയി. സഹോദരിയല്ല, ഭർത്താവ് ഇട്ടുപോയി എന്നാണ് അവർ പറയുന്നത്. പിന്നെ വേറെ കല്യാണം കഴിച്ചു. അങ്ങനെ 3 വിവാഹം കഴിച്ചു. 3 വിവാഹത്തിലും ഒരു സുരക്ഷിത ജീവിതം കിട്ടിയില്ല. അവസാനം അവർ ഈ വീട്ടുപണിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ നടന്നു, പല വഴിയിലൂടെയൊക്കെ നടന്നു. അവസാനം അവർക്ക് പ്രായമായി. അവർക്കൊരു മകളുണ്ടായി. ആ മകളും ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ അവർക്ക് പറ്റിയില്ല. ഉള്ളിലുണ്ടോ എന്നറിയില്ല. ആ മകളെ വിവാഹം ചെയ്തതും ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു. പക്ഷെ ഈ പ്രായമായ സഹോദരി ഇങ്ങനെ നടന്ന് അവരുടെ സങ്കടങ്ങളിലും അവരുടെ വേദനകളിലും അവരെ അനാഥമായി അവരൊറ്റപ്പെട്ടു. അവരങ്ങനെ നമ്മുടെ കൃപാലയത്തിൽ വന്നു. ഒരു ഹോസ്പിറ്റലിൽ അവരെ ചികിത്സിക്കാൻ വേണ്ട സാമ്പത്തിക ശേഷിയില്ലാതെ വന്നപ്പോൾ അവരുടെ മകൾ നമ്മളെക്കുറിച്ച് ആ ഹോസ്പിറ്റലിൽ അറിയുകയും അവരുടെ മകൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാക്കുകയും ചെയ്തു. അവർക്ക് മാനസിക രോഗം വന്നു. മാനസികതയുടെ കൂടെ താമസിക്കുമ്പോൾ ആ അമ്മച്ചി നമ്മളോടൊരു കാര്യം പറഞ്ഞു. ഞാനൊരു യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്നയാളാണ്. ഞാൻ ഇന്നും ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹമുണ്ട്, ആ ഒരു ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ വഴിതെറ്റി ജീവിക്കുകയായിരുന്നു. ഞാൻ അധികം വൈകാതെ മരിക്കുമെന്ന് എനിക്കൊരു ചിന്ത അവരുടെ മനസ്സിൽ തോന്നുന്നു. എന്നെ ഏതെങ്കിലും ഒരു യാക്കോബ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കണം, എൻ്റെ ഇടവ പള്ളിയിൽ അടക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അന്ന് തുടങ്ങി അന്വേഷിച്ചു. പ്രിയമുള്ളവരെ, ഞങ്ങളെന്ന് പറയേണ്ടത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഒരിടം അവർക്കില്ല. അവരുടെ ഇടവപ്പള്ളിയിൽ, അവരായിരുന്ന ഇടവപ്പള്ളിയിൽ അവരുടെ രജിസ്റ്ററിൽ പേരൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോതമംഗലം മേഖല, ഭദ്രാസന മേഖലയിൽ എത്രയും സ്നേഹം എന്ന് പറഞ്ഞാൽ യൂലിയോസ് തിരുമേനിയോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. കോതമംഗലം മേഖലയിലെ എല്ലാ പള്ളികളിലും മേഖല തിരിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പരദേശിക്കൊരു കല്ലറ. ഓരോ ഇടവകയും ഏതെങ്കിലും ഒരു പരദേശിയെങ്കിലും അടക്കം ചെയ്യണം. അങ്ങനെ
ചേലാടപ്പുറത്ത് ഒരു പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം ആ അമ്മച്ചിയെ അടക്കം ചെയ്തു, മരണപ്പെട്ട അമ്മച്ചിയെ. ഹല്ലേലൂയ. ഒരു ദരിദ്രയായ ഒരു അമ്മച്ചി തൻ്റെ ജീവിതത്തിലൊരാഗ്രഹം, മരിച്ചാൽ ഇന്നടത്ത് എന്നെ അടക്കണം എന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചിയുടെ ആഗ്രഹം ദൈവം സാധിച്ചു. പറഞ്ഞു മനസ്സിലായോ? കോതമംഗലം മേഖലയിൽ പുന്നേക്കാട് പള്ളിയിൽ അവിടുത്തെ ഞാൻ ചെമ്മാച്ചൻ, നമ്മുടെ കൂടെയുള്ള ഷാജിയച്ചൻ, ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് അവിടെ 3 അച്ഛന്മാർ ആ പള്ളിയിലകത്ത് കയറ്റി എല്ലാ ശുശ്രൂഷകളും നടത്തി ആ സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന നടത്തി അടക്കം ചെയ്തു. ഏട്ടാ മകളോട് ഞാൻ പറഞ്ഞു, മോളെ ദേ ഈ സെമിത്തേരിയുടെ ഇങ്ങേ അറ്റത്താണ്, നോട്ടം വെച്ചോളണം, നോക്കി വെച്ചോളണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചോളണം. മകളോട് പറയുകയാണ്. പോരാൻ നേരത്ത് അവിടുത്തെ ട്രസ്റ്റിമാരും ഒരു മകളാന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, ഇടയ്ക്ക് പോരേട്ടോ, ഇടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളൂട്ടോ എന്ന് പറഞ്ഞു. അത്ര സ്നേഹമാണ് ദൈവത്തിന് മനുഷ്യരോട്. പ്രതി മനസ്സിലായില്ലേ? അല്ല നമ്മളിങ്ങനെ വലിയ പുള്ളികളാന്ന് പറഞ്ഞ് നടക്കണ പോലെയൊന്നുമല്ല. ദരിദ്രർ, കഷ്ടപ്പെടുന്നവനും വേദനിക്കുന്നവനും കണ്ണീരൊഴുക്കുന്നവന്, അറിവില്ലായ്മയിൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചൊക്കെ ദണ്ണപ്പെടുന്നവന് ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ജീവിതങ്ങളാണ്. അമ്മച്ചി ഏതെങ്കിലും പെരുവഴി കിടന്നാൽ മരിച്ചു പോകണമെങ്കിൽ ആരെങ്കിലും അറിയൂ? എന്തുകൊണ്ടാണ് അമ്മച്ചിയുടെ പ്രായാധിക്യ സമയത്തൊക്കെ നമ്മളുടെ അടുത്തേക്ക് ദൈവം കൊണ്ടുവന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. വചനത്തിൻ്റെ ശക്തിയാണ് മനസ്സിലാക്കേണ്ടത്. വചനം ശക്തിയാണ്, അത് ജീവനാണ്. അത് നമ്മളെ പാറയെ തകർക്കുന്ന കൂടമാണ് എന്നൊക്കെയല്ലേ ബൈബിൾ പറയുന്നത്. പാറയെ തകർക്കുന്ന കൂടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ എഴുതിയ ഈ തിരുവചനങ്ങൾ ആദിയിലുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ഈ സത്യവചനം, ആ വചനത്തിൻ്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ജീവിക്കുവാൻ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം, ആത്മനിറവ് ഞങ്ങളുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ വാഴ്വുകളാലും ഞങ്ങളെ മുൻപോട്ട് നയിക്കണമേ. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ ആദിയിലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വചനമായിരിക്കുന്ന അതേ അളവിൽ അതേ ശക്തിയിൽ നിങ്ങൾ സ്വീകരിച്ചതിനാൽ നിങ്ങളെ പ്രതി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് തെസ്സലോനിക്കരോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പോലെ ഞങ്ങളുടെ ഈ മാരാനാഥ ധ്യാന കേന്ദ്രത്തിൽ വചനമായിരിക്കുന്ന അവസ്ഥയിൽ അതിന് ഒട്ടും ഭംഗി കുറയാതെ, അതിന് ഒട്ടും ശക്തി കുറയാതെ, അതിൻ്റെ സകല പ്രാഭവത്തിലും പ്രസംഗിക്കുവാനും അത് സ്വീകരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കും കൃപ നൽകണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, സ്ലിഹന്മാരെ, അപ്പോസ്തലന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ നാമത്തിൽ സമർപ്പിക്കുന്നു.
കൃപയുടെ കേട്ട് തിരുന്നരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് ചേർന്ന് പാട്ട് പാടാം.